സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. കർത്താവ് വാഴുന്നു. 93-ാം സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവെ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ്. അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവെ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. ദൈവജനമേ, സങ്കീർത്തനം 93-ാം അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഈ ദിവസം, ഈ നിമിഷം തിരിക്കാം. ഈ സങ്കീർത്തനം പ്രഖ്യാപിക്കുന്നത് കർത്താവ് രാജാവാണ്, അവിടുന്ന് മഹത്വപൂർണ്ണമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, അവിടുന്ന് ശക്തി ധരിച്ച് അരമുറുക്കിയിരിക്കുന്നു. അതിനാൽ ലോകം സുസ്ഥിരമാണ്, അത് കുലുങ്ങുകയില്ല. അവിടുത്തെ സിംഹാസനം ആദ്യം മുതലേ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും ഉള്ളവനാണ്. പ്രളയജലങ്ങൾ ഉയരുന്നു. കർത്താവെ, പ്രളയജലങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു, പ്രളയജലങ്ങൾ തിരമാലകൾ അടിക്കുന്നു. എന്നാൽ പ്രക്ഷുബ്ധമായ ജലത്തിൻ്റെ ആരവത്തെക്കാളും കടലിൻ്റെ ശക്തമായ തിരമാലകളെക്കാളും കർത്താവ് ഉന്നതനാണ്. അവിടുന്ന് ശക്തിയേറിയവനാണ്, അവിടുത്തെ സാക്ഷ്യങ്ങൾ വിശ്വസ്തമാണ്. കർത്താവെ, അവിടുത്തെ ആലയത്തിന് എന്നും വിശുദ്ധി ചേർന്നതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ അനുദിന ജീവിതങ്ങളിലെ വെല്ലുവിളികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ലോകം അസ്ഥിരമായി കാണപ്പെടുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, സാമൂഹിക അസമാധാനങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ സങ്കീർത്തനം 93 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാറ്റിനും മുകളിൽ കർത്താവെന്ന ശക്തനായ രാജാവ് ഭരിക്കുന്നുണ്ട് എന്ന്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആശങ്കകളും ഭയങ്ങളും ദൈവത്തിൻ്റെ പരമാധികാരത്തിന് മുൻപിൽ ഒന്നുമല്ലെന്ന് ഈ വചനങ്ങൾ ഈ സങ്കീർത്തന ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം പുതിയ നിയമത്തിൽ ഈശോയുടെ ജീവിതത്തിലൂടെയും പഠിപ്പിക്കലിലൂടെയും പരിപൂർണമായി നിറവേറുന്നതായി നാം മനസ്സിലാക്കുന്നു. ഈശോ ദൈവപുത്രനായ രാജാവ് ലോകത്തിൽ വന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തികളെ പരാജയപ്പെടുത്തി. അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും അവിടുന്ന് തൻ്റെ പരമാധികാരം വെളിപ്പെടുത്തി. ഈശോ കടലിനെ ശാന്തമാക്കിയ സംഭവം ഈ സങ്കീർത്തനത്തിലെ വചനങ്ങൾക്ക് ഒരു പുതിയ മാനസിക തലം നൽകുന്നു. പ്രളയജലങ്ങളെയും തിരമാലകളെയും നിയന്ത്രിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതിഫലനമാണ് ഈശോയുടെ ആ പ്രവൃത്തി. അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം എവിടെ? ഈശോയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരു ശക്തിയുടെയും മുൻപിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, എനിക്ക് എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരമാണ് സഹോദരങ്ങളെ സങ്കീർത്തനത്തിൽ വിവരിക്കുന്ന ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ. ഇന്നത്തെ നമ്മളുടെ അനുദിന വെല്ലുവിളികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ, ലോകത്തിൻ്റെ ശക്തികൾ നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈശോയുടെ പരമാധികാരത്തിൽ നാം വിശ്വസിക്കണം. ഭയത്തിന് പകരം അവിടുത്തെ ശക്തിയിലും വിശ്വസ്തതയിലും നമുക്ക് പ്രത്യാശ കണ്ടെത്താം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തന ഭാഗം നമ്മെ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യാൻ ക്ഷണിക്കുന്നു. കർത്താവ് രാജാവായി നമ്മുടെ ജീവിതത്തിൽ വാഴാൻ നാമായി അനുവദിക്കണം. അവിടുന്ന് സർവശക്തനാണെന്ന വിശ്വാസത്തിൽ നാം ജീവിതത്തിലെ പ്രതിസന്ധികളെ അനുദിനം നേരിടണം. അവിടുത്തെ വഴികൾ വിശ്വസ്തയോടെ ഉള്ള വഴികളിൽ നാം ദൈവത്തോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്തി കർത്താവിൻ്റെ പാതകൾ അവിടുത്തെ പിന്തുടരണം. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശാന്തമായ ശബ്ദം കേൾക്കാൻ വിട്ടുപോകരുത്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് നമ്മുടെ ജീവിതം റിഫ്ലക്റ്റ് ചെയ്ത് ആന്തരികവൽക്കരിച്ച് കർത്താവിലേക്ക് മടങ്ങിയെത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അവിടുത്തെ കരുണയും ക്ഷമയും നമ്മെ പുതിയ ജീവിതത്തിലേക്ക് ഈ നിമിഷം, ഈ ദിവസം നയിക്കും. ലോകത്തിൻ്റെ അസ്ഥിരതകൾക്കിടയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഉറച്ചു നിൽക്കാം. അവിടുത്തെ സ്നേഹവും ശക്തിയും
നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിളക്ക് കത്തിജ്വലിച്ച് നിൽക്കട്ടെ. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. അതിനാൽ നാം എപ്പോഴും തയ്യാറായിരിക്കണം. പാപത്തിൽ നിന്ന് വിട്ടുമാറി നീതിയിൽ ജീവിച്ച് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് നിലനിൽക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് യാചനകൾക്ക് കരുണാപൂർവ്വം ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.